ഹായ് ദർ, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ള ഒരാളോട് എന്തെങ്കിലും ഒരു ഐഡിയ നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന്, ഒരു സൺഡേ നമ്മുടെ കൂട്ടുകാരനിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പം നമ്മളൊരു റൈഡ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ അവൻ്റെ അടുത്തെത്തിയിട്ട് നമ്മൾ അവനോട് പറയാണ്, ഞാനിന്നൊരു റൈഡ് പോകുന്നുണ്ട്, നിനക്ക് എന്തുകൊണ്ട് എൻ്റെ കൂടെ കൂടിക്കൂടാ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാണ്, നമുക്കിന്ന് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിച്ചാലോ, നമുക്കിന്ന് വൈകുന്നേരം ഒരു സിനിമക്ക് പോയാലോ, നമുക്ക് ഈ വീട് നീല പെയിന്റ് അടിച്ചാലോ, എന്താ നിന്റെ അഭിപ്രായം? നമുക്കിന്ന് ബൈക്കിൽ പോയാലോ, നടന്നു പോകുന്നതിന് പകരം ബൈക്കിൽ പോയാലോ. ഇങ്ങനെ നമ്മൾ പല സജഷൻസും ഐഡിയാസും നമ്മൾ മറ്റൊരാൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയങ്ങളെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളൊരു ഐഡിയ, ഒരു ആശയം അത് മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അതും എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിന് പല വാക്കുകൾ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ലെറ്റ്സ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം, ലെറ്റ്സ്. അതുപോലെ തന്നെ ഷാൽ വി എന്ന് യൂസ് ചെയ്യാം, ഷാൽ വി എന്ന് യൂസ് ചെയ്യാം. നമുക്ക് അങ്ങനെ ആയാലോ, ലെറ്റസ്, നമുക്കത് ചെയ്താലോ, ലെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അതുപോലെ ഷാൽ വി എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഇങ്ങനെ പല രീതിയിലും നമുക്ക് നമ്മുടെ സജഷൻസ് നമുക്ക് നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിച്ചാലോ, നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലോ, ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലോ. എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? നമ്മുടെ ഫ്രണ്ടിനോട് നമ്മൾ ചോദിക്കുകയാണ്, ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലോ. ലെറ്റ്സ് ഈറ്റ് ഔട്ട് സൈഡ് ടുഡേ, ലെറ്റ്സ് ഈറ്റ് ഔട്ട് സൈഡ് ടുഡേ. ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. ലെറ്റ്സ് ഈറ്റ് ഔട്ട് സൈഡ് ടുഡേ, ലെറ്റ്സ് ഈറ്റ് ഔട്ട് സൈഡ് ടുഡേ, ലെറ്റ്സ് ഈറ്റ് ഔട്ട് സൈഡ് ടുഡേ. ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലോ, ലെറ്റ്സ്, നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്താലോ, ലെറ്റ്സ് ഈറ്റ് ഔട്ട് സൈഡ് ടുഡേ. ഷാൽ വി ഈറ്റ് ഔട്ട് സൈഡ് ടുഡേ. ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലോ. ഷാൽ വി ഈറ്റ് ഔട്ട് സൈഡ് ടുഡേ. ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലോ. ഇങ്ങനെയും പറയാന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു രീതിയാണ് ഹൗ അബൌട്ട്, ഹൗ അബൌട്ട്. ഇപ്പോൾ ഒരാൾ പറയാണ്, നമുക്കിന്ന് ബൈക്കിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും? ബൈക്കിൽ പോയാലോ, അതെങ്ങനെ ഉണ്ടാവും? ഹൗ അബൌട്ട് ഗോയിങ് ദേർ ഓൺ ബൈക്ക്, ഹൗ അബൌട്ട് ഗോയിങ് ദേർ ഓൺ ബൈക്ക്. നമുക്ക് അങ്ങോട്ട് ബൈക്കിൽ പോയാലോ. അപ്പൊ ആൻസർ ഇങ്ങനെ പറയും, ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ, ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ, അല്ലെങ്കിൽ ഇറ്റ്സ് എ ബാഡ് ഐഡിയ, ഇറ്റ്സ് എ ബാഡ് ഐഡിയ. കാരണം എന്താ, പുറത്ത് നല്ല മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബൈക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടും. അപ്പോൾ ഹൗ അബൌട്ട് ഗോയിങ് ഓൺ ബൈക്ക്, നമുക്ക് ബൈക്കിൽ പോയാലോ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിൽ പറയാം. ഇറ്റ്സ് എ ബാഡ് ഐഡിയ, അതൊരു മോശപ്പെട്ട ഐഡിയ ആണ്. ഇറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്, അടിപൊളിയാണ്, നമുക്ക് ബൈക്കിൽ പോവാം. കാറിൽ പോകുന്നതിനേക്കാൾ ഒന്നും കൂടി കാറ്റ് കൊണ്ട് പോകാൻ നല്ലത് ബൈക്കാണ്. ഇനി അതുപോലെ തന്നെ ഹൗ അബൌട്ട് വാക്കിംഗ് ദേർ, നമുക്ക് അങ്ങോട്ട് നടന്നാലും, നമുക്ക് അങ്ങോട്ട് നടന്നാലും. അപ്പോഴും പറയാം ബാഡ് ഐഡിയ, അത് മോശപ്പെട്ട ഐഡിയ ആണ്. കാരണം ഇറ്റ്സ് റെയിനിങ്, മഴ വർഷിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇറ്റ്സ് എ ബാഡ് ഐഡിയ. ഹൗ അബൌട്ട് വാക്കിംഗ് ദേർ, അങ്ങോട്ട് നടന്നാലും എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഇതേ രീതിയിൽ നമ്മൾ ചോദിക്കുകയാണ്, നമുക്ക് വീട് നീല പെയിന്റ് അടിച്ചാലോ, വീട് നീല പെയിന്റ് അടിച്ചാലോ. ഹൗ അബൌട്ട് പെയിന്റിങ് ദി ഹൗസ് ബ്ലൂ, ഹൗ അബൌട്ട് പെയിന്റിങ് ദി ഹൗസ് ബ്ലൂ. നമുക്ക് വീട് നീല പെയിന്റ് നൽകിയാലോ, പെയിന്റ് അടിച്ചാലോ. ഹൗ അബൌട്ട് പെയിന്റിങ് ദ ഹൗസ് റെഡ്, അല്ലെങ്കിൽ ഹൗ അബൌട്ട് പെയിന്റിങ് ദ ഹൗസ് ബ്ലൂ. അപ്പൊ ചില ആളുകൾക്ക് ഈ നിറമൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പൊ രണ്ട് രീതിയിൽ പറയാം. ഇഷ്ടം ഉണ്ടെങ്കിൽ യാ ഇറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയാണ്, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാം. ഇനി അതല്ല, ഇറ്റ് ഡസൻറ്റ് സൗണ്ട്സ് ഗുഡ്, അത്ര നല്ലതാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് ഡസൻറ്റ് സൗണ്ട്സ് ഗുഡ്, അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കളറിനോട് എനിക്ക് അത്ര നല്ല അഭിപ്രായമില്ല. ഇറ്റ് ഡസൻറ്റ് സൗണ്ട്സ് ഗുഡ്, ഇറ്റ് ഡസൻറ്റ് സൗണ്ട്സ് ഗ്രേറ്റ് എന്നോ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരാള് ഒരു സൺഡേ വെറുതെ വീട്ടിൽ ബോറടിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അവനോട് അല്ലെങ്കിൽ അയാളോട് നമ്മൾ സജസ്റ്റ് ചെയ്യാണ്, വൈ ഡോണ്ട് യു ഗോ ടു ദ ബീച്ച്, നിനക്ക് എന്തുകൊണ്ട് ബീച്ചിൽ പോയിക്കൂടാ? അതെങ്ങനെയാണ്? നീ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ, നിനക്ക് എന്തൊക്കെ ജോലിയുണ്ട്. വൈ ഡോണ്ട് യു ഗോ ടു ദ ബീച്ച്, നിനക്ക് എന്തുകൊണ്ട് ബീച്ചിൽ പോയിക്കൂടാ? വൈ ഡോണ്ട് യു ഗോ ടു ദി മൂവീസ്, നിനക്ക് എന്തുകൊണ്ട് ഒരു സിനിമക്ക് പോയിക്കൂടാ? വൈ ഡോണ്ട് യു ഗോ ഔട്ട്, നിനക്ക് എന്തുകൊണ്ട് പുറത്ത് പോയിക്കൂടാ? വൈ ഡോണ്ട് യു ഗോ ഫോർ ഷോപ്പിംഗ്, നിനക്ക് എന്തുകൊണ്ട് ഷോപ്പിങ്ങിന് പോയിക്കൂടാ? ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ വൈ ഡോണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം, നിനക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താണ്? വൈ ഡോണ്ട് യു ഗോ ടു ദ ബീച്ച്, നിനക്ക് എന്തുകൊണ്ട് ബീച്ചിൽ പൊക്കൂടാ? ഓക്കെ, അതുപോലെ തന്നെ ഒരാൾ ചോദിക്കാണ്, വൈ ഡോണ്ട് യു ജോയിൻ വിത്ത് മീ, നിനക്ക് എന്തുകൊണ്ട് എൻ്റെ കൂടെ കൂടിക്കൂടാ?
ഐ എം ഗോയിങ് ഫോർ എ റൈഡ്, ഞാനൊരു റൈഡ് പോവാണ്. വൈ ഡോണ്ട് യു ജോയിൻ വിത്ത് മീ, നിനക്ക് എന്തുകൊണ്ട് എൻ്റെ കൂടെ കൂടിക്കൂടാ. വൈ ഡോണ്ട് യു ജോയിൻ വിത്ത് മീ, നിനക്ക് എന്തുകൊണ്ട് എൻ്റെ കൂടെ കൂടിക്കൂടാ. ഈ രീതിയിൽ വൈ ഡോണ്ട് യു എന്നുള്ള ശൈലി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനോട് ചോദിക്കാണ്, ഷാൽ വി പ്ലേ ചെസ്, നമുക്കൊന്ന് ചെസ് കളിച്ചാലോ. ഷാൽ വി പ്ലേ ഫുട്ബോൾ, നമുക്ക് ഫുട്ബോൾ കളിച്ചാലോ. ഒരാളിങ്ങനെ ചോദിക്കാണ്, നമുക്കൊരു കപ്പ് കാപ്പി കുടിച്ചാലോ. ഷാൽ വി ഹാവ് എ കപ്പ് ഓഫ് കോഫി, ഷാൽ വി ഹാവ് എ കപ്പ് ഓഫ് കോഫി, ഒരു കപ്പ് കാപ്പി കുടിച്ചാലോ എന്ന് ചോദിക്കട്ടെ. അപ്പൊ ഈ രീതിയിലൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ആശയം മറ്റൊരാളോട്, ഒരു ഐഡിയ നമുക്ക് പറയാൻ പറ്റും, സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇനി നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാചകങ്ങൾ കൂടി നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെയും കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.